സെമിനാർ ആരംഭിക്കുന്നതിന് മുമ്പായി എന്താണ് BMA എന്ന് അവർ പറഞ്ഞതിൻ്റെ ഒരു മെസ്സേജ് ഒന്നുകൂടി ഞാൻ കൃത്യതയോടെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. 2010 സ്ഥാപിതമായ ഒരു സംഘടനയാണ് വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ. വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും റിട്ടയറായിട്ടുള്ള ആൾക്കാരുടെ ഒരു സംഘടനയാണ് വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സമൂഹത്തിലെ ഏറ്റവും കാര്യപ്രസക്തമായ ശ്രദ്ധ നേടേണ്ടതായ വിഷയങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രവർത്തനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2010 സ്ഥാപിതമായ വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ 15ാമത് സ്ഥാപക ദിനം കഴിഞ്ഞ മാസം 23-ാം തീയതി വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് സമാനമായൊരു സെമിനാറിലൂടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആ ചടങ്ങ് ധന്യമാക്കിയത്. അപ്പോൾ അന്ന് വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച സെമിനാറിൽ 4 വിഷയങ്ങളെ അധികരിച്ചിട്ടാണ് പ്രസൻറ്റേഷൻസ് നടത്തിയത്. 1 ടൂറിസം മേഖല, 2 വൈക്കത്തിൻ്റെ കാർഷിക മേഖലയിലുള്ള വികസനം, 3 ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്, 4 വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഈ 4 രംഗത്തും BMA ഇന്ന് സജീവമായി ഇടപെടുന്ന മേഖലകളാണ്. BMAയുടെ സാന്നിധ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ BMA സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഉദയനാപുരം പഞ്ചായത്തിൻ്റെയും വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായ ഇടപെടലുകൾ വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ നടത്തി വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാടിൻ്റെ ഏറ്റവും ഫലപ്രാപ്തി കണ്ടെത്തുന്ന ഒരു മേഖലയായി ടൂറിസം തിരഞ്ഞെടുക്കുകയും ആ ടൂറിസം മേഖലയ്ക്ക് വേണ്ട പ്രചോദനങ്ങളും മറ്റും നൽകുവാനായി എപ്പോഴും സദാസന്നദ്ധനായി ശ്രീ രൂപേഷ് കുമാർ, നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു വ്യക്തി, ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ നാടിൻ്റെ ടൂറിസം സാധ്യതകളെ നമുക്ക് പരമാവധി ആ മേഖലയിൽ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഒരു സ്റ്റുഡൻസ് വിങ് എന്നുള്ള നിലയ്ക്ക് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ സജീവമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടങ്ങുന്നതിനെക്കുറിച്ച് ഞങ്ങൾ സെൻറ്റ് സേവിയേഴ്സ് കോളേജുമായിട്ട് സംസാരിച്ചു. ശ്രീ റോയ് മാത്യു സാറായിരുന്നു ഞങ്ങളുടെ എപ്പോഴും സദാ ഞങ്ങളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന കോളേജിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്. അദ്ദേഹം ഉടനെ അങ്ങനെ ഞങ്ങളെയും കൂടി അതിൻ്റെ അകത്ത് ഒരു പാർട്ടാക്കണമെന്നും അത് ഇനിയുള്ള സമാനമായ എല്ലാ സംരംഭങ്ങളിലും സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ ഒരു സഹകരണം ഓഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനുള്ളൊരു നന്ദിയെ ഞാൻ ആദ്യം തന്നെ അവതരിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും ഇവിടെ ഒരു സന്നിഹിതനായി ഈ ചടങ്ങിനെ ഇത്രത്തോളം നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളായിട്ടുള്ള വിഭാഗത്തിൻ്റെ എപ്പോഴും സജീവ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രസിഡൻറ്റ് ശ്രീ N. ഷൈൻകുമാർ സാറ്. അദ്ദേഹം വൈക്കം LIC ഓഫ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് എത്തിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിയായി മുഖ്യപ്രഭാഷണം നടത്തുവാനായി ഇവിടെ എത്തിച്ചിരിക്കുന്നത് ശ്രീ K. രൂപേഷ് കുമാർ സാർ അവരുകളാണ്. രൂപേഷ് കുമാർ സാറ് ഇവിടുത്തെ ടൂറിസം മേഖലയിലുള്ള ഏതൊരു കാര്യത്തിനും, സ്ട്രീറ്റ് പ്രൊജക്റ്റ് ആണെങ്കിലും പെപ്പർ പ്രൊജക്റ്റ് ആണെങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലെ തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് സംരംഭങ്ങൾ എന്താണ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പഠിക്കുവാനായി ഈ കുലശേഖരമംഗലം അല്ലെങ്കിൽ മറവന്തുരുത്ത് പഞ്ചായത്തിൽ വരികയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ലോക ഭൂപടത്തിൽ തന്നെ ടൂറിസത്തിൻ്റെ ഒരു സാധ്യതകൾ മറവന്തുരുത്തിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മറവന്തുരുത്തിൻ്റെ തന്നെ ഒരു സംഭാവനയായ ശ്രീ രൂപേഷ് കുമാർ സാറിനെ ഏറെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഒട്ടധികം വ്യക്തികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഓരോരുത്തരെയും വിളിച്ചു പറയുന്നതിനേക്കാളും ഉപരി അവർ തന്നെ ഒരു സെൽഫ് ഇൻട്രഡക്ഷന് കൂടി വന്നിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ ചെറിയൊരു നമ്പർ ഓഫ് ആൾക്കാരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് തന്നെ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ പ്രതീക്ഷിക്കുകയാണ്. എന്നിരുന്നാൽ കൂടി GDPയുടെ ഏതാണ്ട് 8% ടൂറിസം മേഖലയിൽ നിന്നുള്ള സംഭാവനയാണ്. അതേപോലെ മൊത്തം തൊഴിൽ മേഖലയിൽ ഏതാണ്ട് 9% ടൂറിസം മേഖലയിൽ നിന്നാണ്. അപ്പോൾ എത്രമാത്രം സാധ്യതകൾ! ഏകദേശം 6 മില്യൺ വിദേശ ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ വരുന്നു. അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് നമ്മുടെ CEO പറയും, നമ്മുടെ ചീഫ് ഗസ്റ്റ് പറയും. എങ്കിൽ പോലും 600 മില്യൺ ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഒരു വർഷം
ഉണ്ടാകുന്നുണ്ട് എന്നാണ് കണക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ ടൂറിസത്തിനുള്ള സാധ്യത എത്രമാത്രമാണ് എന്ന്, അല്ലെങ്കിൽ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള മേഖല, പ്രത്യേകിച്ചും ഇന്ത്യ എടുക്കുകയാണെങ്കിൽ, കേരളം എടുക്കുകയാണെങ്കിൽ, വരുന്ന ദശാബ്ദങ്ങളിൽ ഏറ്റവും അധികം വളർച്ചാ സാധ്യതയുള്ള ഒരു മേഖല എന്നുള്ള രീതിയിൽ ടൂറിസത്തിന്റെ പ്രാധാന്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുമ്പോഴാണ് വൈക്കത്ത് ഇതുപോലെയൊരു സെമിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഉള്ളവർ മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള സംരംഭകർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതും ഈ സെമിനാറിന്റെ ഒരു ഉദ്ദേശമാണ്. ആ സംരംഭകരുടെ മനസ്സിലുള്ള വൈൽഡ് തോട്ട്സ് എന്തൊക്കെയാണോ, ആ സംരംഭകരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ കേരളത്തിന്റെ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ CEO ആയ ശ്രീ രൂപേഷ് കുമാറിന്റെ മുന്നിൽ, വൈക്കത്തിന്റെ പുത്രന്റെ മുന്നിൽ, ലോകം അറിയുന്ന വൈക്കത്തിന്റെ പുത്രൻ. നമുക്ക് പണ്ടും ഇതുപോലുള്ള പ്രതിഭകൾ ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയത്തിലാവാം, അല്ലെങ്കിൽ സാഹിത്യ മേഖലയിലാവാം, അല്ലെങ്കിൽ സിനിമ തുടങ്ങിയ മേഖലകളിലാകാം. പക്ഷേ ടൂറിസം മേഖലയിൽ ലോകമറിയുന്ന വൈക്കത്തിന്റെ പുത്രനായ ശ്രീ രൂപേഷ് കുമാർ, അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ സഹായവും അദ്ദേഹത്തിന്റെ പിന്തുണയുമൊക്കെ വൈക്കത്തിനെ ഏറെ മുന്നോട്ട് നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ എത്തിയിരിക്കുന്ന സംരംഭകർ, അവരുടെ മനസ്സിലുള്ള, ഞാനൊരു ആളുമായി, ഇതുപോലൊരു സംരംഭകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ രൂപേഷിൻ്റെ അടുക്കൽ എൻ്റെ ചില ആശയങ്ങൾ പങ്കുവെച്ചതാണ്. അപ്പോൾ അതേപോലെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള, എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് കുറച്ചുകൂടെ വിപുലമായ ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള ആശയങ്ങൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊന്നിച്ച് വൈക്കത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്താം. അങ്ങനെ വൈക്കത്തിന് പുതിയൊരു ഭാവി കുറിക്കുവാൻ ഈ സെമിനാർ പ്രാപ്തമാവട്ടെ, ഉപയുക്തമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം, പ്രത്യേകിച്ചും നമ്മളുടെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജിംസൺ സാറിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യം, റോയ് സാറും പ്രിൻസി മിസ്സും ലിറ്റി മിസ്സും ഉൾപ്പെടെയുള്ള വൈക്കത്തെ അറിയപ്പെടുന്ന സംരംഭകർ, VMAയുടെ മെമ്പേഴ്സ്, അങ്ങനെയുള്ള എല്ലാ വ്യക്തികളുടെയും സാന്നിധ്യം ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം സ്മരിച്ചുകൊണ്ട് വളരെ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കുവാൻ ഉപയുക്തമാകുന്ന ഒരു സെമിനാർ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Introduce Shri K. Rupesh Kumar. I invite Anne Maria Thomas. CEO, Responsible Tourism Mission Society, Department of Tourism, Government of Kerala, and State Nodal Officer, Rural Tourism, Rural Homestays and Sustainable Tourism. Mr. Rupesh Kumar is a towering presence in the tourism industry in the country. Responsible tourism in Kerala took wings under the leadership of Mr. Rupesh Kumar K. Responsible tourism became known across the world due to the earnest efforts, commitment and dedication of Mr. Rupesh Kumar K. He is the recipient of numerous awards and recognition across the globe. Indian Responsible Tourism Leader Award, WTM Outstanding Achievement Award and Limelight Award are just some of them. Mr. Rupesh Kumar K was selected as the WTM Responsible Tourism Jury member in 2021. He has presented papers in various international and national conferences. Mr. Rupesh Kumar K has played an eminent role to develop Kerala as one of the leading responsible tourism destinations in the world. He was an active participant in the mass movements against the unscientific and unethical development of tourism in Kerala, especially in Kumaragam. He was also a part of the mass activities that demanded alternative tourism activities in Kumaragam, becoming part of the Kerala Responsible Tourism movement from 2007. Village Life Experience model, Mr. Rupesh Kumar K developed a new tour package model called Village Life Experience as part of Kerala Responsible Tourism, which converts traditional livelihood activities as tourism products. These packages have been recognized by the Government of India as the best rural tourism initiative. Drawing on this experience, he developed PEPPER, People's Participation for Participatory Tourism Planning and Empowerment through Responsible Tourism.
Project for Participatory Planning and Development of Tourism. With this, I proudly present before you today's keynote speaker, Sri K. Rupesh Kumar, CEO, Kerala Responsible Tourism Mission Society, Department. എൻ്റെ പേര് ആർ സന്തോഷ്. ഞാൻ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറാണ്. ഇപ്പോൾ VML എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് നിൽക്കുന്നു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അനഘ മോഹൻ. ഞാൻ ആക്ച്വലി റുപേഷ് സാറായിട്ട് സ്ട്രീറ്റ് പ്രൊജക്റ്റിന് വേണ്ടി സാറായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. ആൻഡ് ഐ കുഡ് ബി ദാറ്റ് പാർട്ട് ഓഫ് ദാറ്റ് ഗ്രേറ്റ് പ്രൊജക്റ്റ് ഓൾസോ. ആൻഡ് കറൻ്റ്ലി ഞാൻ ഐ ഹാവ് ഡൺ മൈ MBA ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം. ദാറ്റ് ഈസ് ഫ്രം കോളിയർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നിന്നാണ് MBA ചെയ്തത്. സോ കറൻ്റ്ലി ഞാൻ ഒരു ഫാമിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആർക്കിടെക്ചറിൻ്റെ ബേസിസിൽ റൺ ചെയ്യുന്ന ഫാമാണ്. So all the architectures are done in a sustainable manner. So അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയിലെ മാർക്കറ്റിംഗ് മാനേജറാണ്. താങ്ക് യു. Good evening. I am Geeta Prasad, wife of MN Prasad, VMA member. എൻ്റെ പേര് രശ്മി എന്നാണ്. ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. സാറിട്ട ഇത് കണ്ടിട്ട് വന്നതാണ്. ഹായ്, ഞാൻ അഡ്വക്കേറ്റ് ജെനി അഗസ്റ്റിൻ. ഞാനിവിടെ ഒരു സൈലൻറ്റ് റിവർ റിസോർട്ട് ഒരു പ്രോപ്പർട്ടി റെപ്രസെൻ്റ് ചെയ്ത് വന്നതാണ്. ഞാൻ ഇപ്പോൾ എല്ലാവരും റിട്ടയർ ആയെന്ന് പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ മദറായിരുന്നു ആ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനന്ന് മാസ്റ്റേഴ്സ് എടുക്കാൻ UK പോയി തിരിച്ച് വന്ന് ഞാനിപ്പം ആ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ ഒരു ബഡ്ഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ എം ലേണിംഗ്. അപ്പം എൻ്റെ ഫാദറാണ് എനിക്ക് ഈ ഇനീഷ്യേറ്റീവിനെ പറ്റി പറഞ്ഞു തന്നെ. സോ ഇനിയും പഠിക്കാനും ഓരോന്നറിയാനുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് സുബന. ഞാൻ VMA ട്രഷറർ അനിൽകുമാറിൻ്റെ വൈഫാണ്. എൻ്റെ പേര് ലാലു എന്നാണ്. എൻ്റെ വീട് വൈറ്റിലാണ്. ഞാൻ ഈ ടൂറിസം മേഖലയായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്നതാണ്. മൂന്നാർ എനിക്കൊരു റിസോർട്ടുണ്ട്. അവിടെ കുറച്ച് ഏലകൃഷിയും അതുമൊക്കെ ആയിട്ട് അവിടെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഈ ആറ്റുവേലക്കടവിൽ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങി അവിടെ ഒരു റിസോർട്ട് പോലെ ഒരു ചെറിയ സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു വില്ല പ്രൊജക്റ്റ് പോലെ. അപ്പോൾ അത് ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി അത് റൺ ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള അഡ്വൈസൊക്കെ രൂപേഷ് കുമാർ സാറിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ കിട്ടണം. അപ്പോൾ അത് കരുതിയാണ് ഞാനിതിൽ പങ്കെടുത്തത്. എൻ്റെ പേര് ലിറ്റി തോമസ്. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് വൈക്കം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററിയിൽ ഫാക്കൽറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് എന്ന പേപ്പറും അവിടെ എടുക്കുന്നത് ഞാനാണ്. എൻ്റെ പേര് നല്ലനാട്. ഞാൻ കോളേജിലെ ലൈബ്രറിയനാണ്. ഈ കോളേജ് ഭാഗമായി വന്നതാണ്. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ജേർണലിസം പഠിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പേപ്പറുണ്ട്, മിസ് പറഞ്ഞ പോലെ ട്രാവൽ ആൻഡ് ടൂറിസം പേപ്പറുണ്ട് പഠിക്കാൻ. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ കഴിഞ്ഞ തവണത്തെ ക്ലാസ്സിൽ നിന്ന് തന്നെ സാറിൻ്റെ നിന്ന് കുറേ പഠിച്ചിരുന്നു. അപ്പോൾ ബാക്കി കൂടെ കേൾക്കാനാണ് വന്നത്. അതിൻ്റെ കൂടെ ന്യൂസ് റിപ്പോർട്ടിങ്ങും ചെയ്യുന്നുണ്ട്. താങ്ക് യു. സോ എൻ്റെ പേര് ജയ്മോൻ മോനിച്ചൻ. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ നമ്മുടെ സോ കോൾ ഡെവലപ്ഡ് നേഷൻസിൻ്റെയും അതേപോലെ തന്നെ യൂറോപ്പിൻ്റെയും ഒക്കെ ടൂറിസവും കാര്യങ്ങളെല്ലാം കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഈ ടൂറിസത്തിനെ പറ്റിയും ഹിസ്റ്ററിനെ പറ്റിയൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇനി ടൂറിസം ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നും ടൂറിസം എന്ത് മാറ്റങ്ങളാണ് വരുന്നതിനൊക്കെ പറ്റിയുള്ള നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു സെമിനാറിൽ നിന്ന് കൂടുതൽ ഇൻഫർമേഷൻസും എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്നുള്ള നല്ലൊരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ പേര് പൂർണിമ റെജി. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ സ്റ്റുഡൻ്റാണ്. കോളേജ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് റിട്ടയർ ചെയ്തത്. ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ. ഇപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷം 2021 നിന്ന് ഞാനൊരു കൺസൾട്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. KPPL. എൻ്റെ പേര് സജി. സാറായിട്ട് നേരത്തെ പരിചയമുണ്ട്. യുവരായിട്ട് പഠിച്ചത് ഇതിൽ പ്രവർത്തിക്കുന്നു ആർട്ട് കൺവീനറായി. ഞാനൊരു ചെറിയ ടൂറിസം സംരംഭകനാണ്.
കല്ലറ മുണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ സ്വദേശം ഞീഴൂർ പഞ്ചായത്താണ്. ബേബി എന്നാണ് പേര്, ജോസഫ് എന്നാണ് ഔദ്യോഗിക നാമം. ഞങ്ങളുടെ വൈക്കത്തൊരു ചെറിയ ഞങ്ങൾ ടൂറിസ്റ്റ് ബോട്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്, സജീവൊക്കെ അതിനകത്തുള്ളതാണ്. ഞങ്ങളൊരു 10-25 ബോട്ടുകാരുണ്ട്, അതിൻ്റെ ഒരു പ്രസിഡൻ്റാണ് ഞാൻ. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ SBIയിലെ ഒരു സീനിയർ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ഞാനിപ്പോൾ VMAയുടെ ട്രഷറായിട്ട് നോക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ MN പ്രസാദ്. ഞാൻ NTPCയിലായിരുന്നു. GM ആയിട്ട് റിട്ടയറായി. 35 years NTPCയിലായിരുന്നു. നോ സെറ്റിൽഡ് അറ്റ് വൈക്കം. പിന്നെ VMAയുടെ ഒരു മെമ്പറാണ്, എക്സിക്യൂട്ടീവ് മെമ്പർ. ഓക്കെ, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ സോജൻ ജോസ്, തലയോലപ്പുറം ICM കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡയറക്ടറാണ്. VMAയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. താങ്ക് യു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആസൂത്രണ സമിതി വൈസ് ചെയർമാനും കില്ലയുടെ ബ്ലോക്ക് കോർഡിനേറ്ററും. പിന്നെ അതുകൂടാണ്ട് ടൂറിസം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റിയിൽ അംഗമാണ്. പ്രസിഡന്റ്, സെക്രട്ടറി ജനറൽ, സദസ്സിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സംരംഭകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് തോന്നുന്നത് ഈ വൈക്കം മേഖലയിൽ എൻ്റെ സ്വന്തം പ്രദേശം എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് മറവന്തുരുത്ത് പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് സംസാരിക്കുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുക. അത് ടൂറിസത്തെക്കുറിച്ചായാലും മറ്റേത് വിഷയത്തെക്കുറിച്ചായാലും. ഇത് നമ്മുടെ സാധ്യതകളെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് വൈക്കം താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ പഞ്ചായത്തുകളിൽ, വിവിധ ഗ്രാമസഭകളിൽ ഇങ്ങനെ ഒരു 100-ലധികം തവണ ഞാൻ പല തലങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഏത് രൂപത്തിൽ ഇടപെടുമ്പോഴും എന്താണ് വിനോദസഞ്ചാരം എന്ന പ്രാഥമികമായ ധാരണ ആ മേഖലയിൽ ഇടപെടുന്ന ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് വിനോദസഞ്ചാരം, എന്തിനു വേണ്ടിയുള്ളതാണ് വിനോദസഞ്ചാരം, എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ്, ഇതൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും. വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേവലമായ പൊതുധാരണയ്ക്കപ്പുറത്ത് ആ ധാരണയെ ആകെ മാറ്റിമറിക്കുന്ന പലതും നമുക്ക് പറയേണ്ടി വരും. അതിൽ വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും ഒക്കെ ഘടകങ്ങളുണ്ടാവും, മുതിരാറേയില്ല. അപ്പോൾ ഒത്തൻറ്റിക്കായ കണക്ക് വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ കണക്കുകൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് 35,168.42 ആണ്. 42 കോടി രൂപ, അതായത് 35,168 കോടി 42 ലക്ഷം രൂപയാണ് 2023 കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ നിന്നുള്ള റവന്യൂ. 2019 കേരളം പൂട്ടിയിട്ട സമയത്ത് ഓർക്കുന്നുണ്ടല്ലോ, കോവിഡിൻ്റെ കാലത്ത് 48,000 കോടി രൂപയിൽ ടച്ച് ചെയ്തിരുന്നു. 48,000 കോടി രൂപ 60,000 കോടി രൂപയായി വർദ്ധിപ്പിക്കണമെന്നുള്ള പ്ലാനിംഗ് ബോർഡിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അശനിപാതം പോലെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധത്തിൽ കോവിഡ് അവതരിക്കപ്പെടുന്നതും ലോകരാജ്യങ്ങൾ മുഴുവൻ പൂട്ടിയിടപ്പെടുന്നതും. അപ്പോൾ കോവിഡ് ലോകത്തെ എല്ലാ ബിസിനസ്സിൻ്റെയും അടിത്തറ ഇളക്കി കളഞ്ഞു. കോവിഡിന് ശേഷം ടൂറിസം മാറുമ്പോൾ ആ മാറ്റത്തിൽ ഏറ്റവും പ്രാധാന്യം വന്നത് ടൂറിസ്റ്റുകൾ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതാണ്. ഇത് ഞാൻ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ പ്രചാരകനായതുകൊണ്ട് വെറുതെ പറയുന്നതല്ല. നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഡേറ്റയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പലപ്പോഴും പലതരത്തിൽ കമൻ്റ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദാഹരണത്തിന് വൈക്കത്ത് 2023 വന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം, വൈക്കത്ത് എന്ന് പറയുന്ന പ്രയോഗത്തിന് തന്നെ ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വരുമ്പോൾ
നിമിഷ അല്ലേ, നിമിഷ എന്നാണ് കുട്ടി എന്നോട് റിസോർട്ടുകളിൽ ഒന്നാണ് കളത്തിൽ ലൈക്ക് റിസോർട്ട്. ഞാനത് അവരെ പ്രകീർത്തിക്കാൻ വേണ്ടി പറയുകയല്ല. നമ്മുടെ ടൂറിസം സ്റ്റാറ്റിക്സ് എടുക്കുമ്പോൾ കേരളത്തിൽ നന്നായി സീസൺ ഓഫ് സീസൺ വ്യത്യാസമില്ലാതെ റൺ ചെയ്യുന്ന റിസോർട്ടുകളിൽ ഒന്നായിട്ടാണ് വൈക്കം താലൂക്കിലെ ഞാൻ ബിസിനസ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് എന്തോ കുഴപ്പമാണ് എന്നൊരു തെറ്റായ ധാരണ വൈക്കത്തിൻ്റെ പൊതു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ഉരുവം കൊള്ളുകയും അത് വളരുകയും അതൊരു വലിയ ഉറച്ച വിശ്വാസമായി നമ്മുടെ തലയിലും മനസ്സിലും കയറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ പതിയെ പറയും, ഞാൻ ബിസിനസ് ചെയ്യുകയാണ്. ബിസിനസ് ഈസ് ബിസിനസ്. ബിസിനസ്സിൽ എത്തിക്സ് ഉണ്ടാവുക എന്നത് മാത്രം നോക്കിയാൽ മതി. കച്ചവടമാണ്. കച്ചവടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കച്ചവടത്തിൻ്റെ വിവിധ ടാക്ടിക്സുകളെ കുറിച്ചാണ് ടൂറിസം സംസാരിക്കുന്നത്. ടൂറിസത്തിൽ മനുഷ്യൻ വലിയ സ്റ്റോറികൾ ഉൽപ്പാദിപ്പിച്ച് അത് വിപണനം ചെയ്യുകയാണ്. ഇതെല്ലാം യാഥാർത്ഥ്യമല്ല. എല്ലാം യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൊരു ഡോക്യുമെൻ്റ് വായിക്കുകയായിരുന്നു. ഇപ്പോൾ മറയൂരിൽ പോയാൽ, കാന്തല്ലൂരിൽ പോയാൽ 1350 മുനിയറകൾ കാണാം എന്നാണ് വാർത്ത. കാന്തല്ലൂരിലേക്ക് മറയൂരിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട് ഇപ്പോൾ ഇവിടെ? സാറ് ചിലപ്പോൾ 3-6 പ്രോപ്പർട്ടികളോട് പോയിട്ട് എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈവെക്കാമോ? ആ അതെ, 5-6 പേരുണ്ട്. നിങ്ങൾ എത്ര മുനിയറകൾ കണ്ടിട്ടുണ്ട് കാന്തല്ലൂരിൽ? എത്ര എണ്ണം? സജി ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ചേച്ചി കണ്ടതല്ലേ? ആ സ്ഥലത്ത് കയറിയില്ല അല്ലേ ഇന്ദ്ര ചേച്ചി? സാറ് കണ്ടിട്ടുണ്ട്. 1350 മുനിയറകൾ ഈ സമീപകാലത്തൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. 50-100 വർഷം മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് റെക്കോർഡ് ചെയ്ത് സാർ ഇത് പുറത്തു വിടരുത്, അവരെന്നെ എടുത്തിട്ടിടിക്കും ഞാൻ ആളുകളല്ലേ. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ആകെ 3 ഡെസ്റ്റിനേഷന് വേണ്ടി മാത്രമേ ഡെസ്റ്റിനേഷൻ്റെ ടൂറിസം റിസോഴ്സ് ഡയറക്ടറി ബുക്കായി പുറത്തിറക്കിയിട്ടുള്ളൂ. അതേതൊക്കെയാണെന്നറിയാം? 1 വൈക്കം, 2 പൊന്നാനി, 3 ബേപ്പൂർ. വൈക്കം, പൊന്നാനി, ബേപ്പൂർ ഈ 3 സ്ഥലത്തിൻ്റെ എല്ലാ നോക്ക് ആൻഡ് കോർണേഴ്സും ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ തൊട്ടവാടി എവിടെയുണ്ടെന്ന്, കരിമീൻ പിടിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന്, ഓലമടയുന്ന ആരൊക്കെ ഉണ്ടെന്ന്, തഴപ്പായ നെയ്യുന്ന ആരൊക്കെ ഉണ്ടെന്ന്, ബോട്ട് സർവീസ് നടത്തുന്ന എത്ര പേരുണ്ടെന്ന്, ഇതെല്ലാം 2019 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 207 പേജുകളുള്ള ബുക്ക്. വൈക്കത്തുകാർ എത്ര പേർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എവിടെ ചോദിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കൈവെക്കുന്ന ആളുകളുടെ എണ്ണം, കണ്ടതിൻ്റെ തന്നെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഡൗൺലോഡ് കുറച്ച് പാടാണ്. ഡൗൺലോഡ് ചെയ്തവരുണ്ടാവില്ല. എന്നാൽ കേരള ടൂറിസം പുറത്തിറക്കിയിട്ടുള്ള ബുക്കുകളിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡിങ് നടന്നിട്ടുള്ളത് വൈക്കത്തിൻ്റേതാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. അത് റെസ്പോൺസിബിൾ ടൂറിസം മിഷനാണ് ഇറക്കിയത് കേരള ടൂറിസത്തിന് വേണ്ടി. 8.5 ലക്ഷം പേർ വൈക്കത്തിൻ്റെ റിസോഴ്സ് ഡയറക്ടറി കഴിഞ്ഞ മാസം വരെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 8.5 ലക്ഷം പേർ. 8.5 ലക്ഷം ടൂറിസ്റ്റുകളാണെന്ന് ഞാൻ പറയുന്നില്ല, വൈക്കത്തെക്കുറിച്ച് അറിയാനുള്ള ആളുകളാവാം. പക്ഷേ അത് എപ്പോഴെങ്കിലും ബിസിനസ്സായി കൺവേർട്ട് ചെയ്യപ്പെടും. ഇതാണ് വൈക്കത്തിൻ്റെ ടൂറിസം സാധ്യത. ഈ സ്ഥലം ഏതാണ്? ഈ സ്ഥലം ഏതാണ്? കാണാൻ വയ്യേ? അറിയാവുന്നവരൊന്ന് കൈവെക്കും. ഈ സ്ഥലം തുരുത്തുമയാണ്. തുരുത്തുമയിലെ തൂക്കുപാലമാണ്. നിങ്ങൾ നോക്കൂ, ഈ സ്ഥലത്തിൻ്റെ ആകാശ കാഴ്ച നമ്മുടെ നാട്ടിലെ ഇതാണ്. ലണ്ടനിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രിയും ഞങ്ങളെല്ലാവരും കൂടി അവാർഡ് വാങ്ങുമ്പോൾ WTM ലണ്ടനിൽ 10,000-കണക്കിന് ലോകത്തെ ടൂർ ഓപ്പറേറ്റർമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രദർശിപ്പിക്കപ്പെട്ട കേരളത്തിൻ്റെ ചിത്രം. അതാണ് വ്യത്യാസം. കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തത് വൈക്കമാണ്, വൈക്കത്തെ റെപ്രസെൻ്റ് ചെയ്തത് മറവൻ തുരുത്താണ്, മറവൻ തുരുത്തിനെ റെപ്രസെൻ്റ് ചെയ്തത് ഈ ചിത്രമാണ്. ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഈ ചിത്രം ഇവിടെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല, കാരണം വലിയ ക്യാൻവാസിലെടുത്തതാണ്. ആകാശത്ത് നോക്കുമ്പോൾ കാഴ്ച വളരെ മനോഹരമാണ് ഇല്ലേ? ആകാശത്തുനിന്ന് നോക്കുമ്പോൾ ഇത്ര മനോഹര കാഴ്ചകളുള്ള, വഴിയിലിറങ്ങിയാലും അത്ര വലിയ വൃത്തികേടുകളില്ലാത്ത, ഒരുപാട് ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകളുള്ള, ഒരുപാട് മനോഹരമായ കാഴ്ചകളുള്ള, ഒരുപാട് മനുഷ്യ ജീവിതങ്ങളുള്ള, ഒരുപാട് ചരിത്രം പറയാനുള്ള,
ഒരുപാട് ക്ഷേത്രങ്ങളിലെ മണിമുഴക്കങ്ങൾ കേൾക്കാനുള്ള, ഒരുപാട് പള്ളികളുടെയും മോസ്കുകളുടെയും കഥ പറയാനുള്ള വൈക്കത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റേ പ്രാഞ്ചിയേട്ടൻ മമ്മൂട്ടി പിതാവിനോട് പറയില്ലേ, ഒരു വിലയും ഇല്ല എൻ്റെ പിതാവേ, പല പണിയും നോക്കി അവസാനം ഈ അരിപ്രാഞ്ചി എന്നുള്ള പേര് പോകാൻ ഗവൺമെൻറ്റിൻ്റെ സസ്റ്റൈനബിൾ ടൂറിസം, റൂറൽ ടൂറിസം, ഫാം ടൂറിസം, റൂറൽ ഹോം സ്റ്റേസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ നോഡൽ ഏജൻസി കൂടിയാണ് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി. അടുത്ത സ്ലൈഡ്. എന്തുകൊണ്ട് റെസ്പോൺസിബിൾ ടൂറിസത്തെക്കുറിച്ച് സംസാരിക്കുന്നു? സാറ് ഒരു വലിയ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതൊക്കെ വിഷയങ്ങൾ കടന്നു പോകണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ പറയുന്നത് എന്തുകൊണ്ട് റെസ്പോൺസിബിൾ ടൂറിസം. റെസ്പോൺസിബിൾ ടൂറിസം ലോകത്തെ ടൂറിസത്തിലെ ബദൽ ടൂറിസം സങ്കല്പമാണ്. എൻവയൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റി, പാരിസ്ഥിതിക ഉത്തരവാദിത്വം, 3 മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 2007 തുടങ്ങി 2017 റെസ്പോൺസിബിൾ ടൂറിസം മിഷനായി മാറി. തുടങ്ങുമ്പോൾ പ്രോജക്റ്റായിരുന്നു. 2023 5 വർഷം മിഷൻ പ്രവർത്തനം, 6ാമത്തെ വർഷം എത്തിക്കഴിഞ്ഞപ്പോൾ മിഷൻ സൊസൈറ്റിയായി മാറി. സൊസൈറ്റിയായി മാറുമ്പോൾ കേരളത്തിൻ്റെ ടൂറിസം മന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ, ഞാനതിൻ്റെ CEO ആയി പ്രവർത്തിക്കുന്നു. ടൂറിസം സെക്രട്ടറിയാണ് വൈസ് ചെയർമാൻ. ബാക്കിയുള്ള IAS ഓഫീസേഴ്സ് എല്ലാവരും അതിൻ്റെ 8 പേർ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗവേണിംഗ് ബോഡി അംഗങ്ങളാണ്. ഇപ്പോൾ ഇതൊരു സ്വതന്ത്ര സംവിധാനമാണ്. വളരെ പെട്ടെന്ന് വൈക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പറയേണ്ട കേന്ദ്രങ്ങളിലൊന്നായി ഇപ്പോൾ മറവൻതുരുത്ത് മാറിയിട്ടുണ്ട്. വൈക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമല്ല, കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന പേരുകളിലൊന്നായി മറവൻതുരുത്ത് മാറിയിട്ടുണ്ട്. ഇത് എൻ്റെ പ്രദേശമായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. നമ്മൾ ഈ നാടിൻ്റെ സ്പെഷ്യാലിറ്റിയെ ലോകത്തിൻ്റെ മുമ്പിൽ വ്യത്യസ്ത രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. നോക്കൂ, മറവൻതുരുത്ത് എന്താണ് എന്ന് ലോകത്തോട് നമ്മൾ പറയുമ്പോൾ നമ്മളവിടെ പറയുന്നത് സ്ട്രീറ്റ് പ്രോജക്റ്റിനെ കുറിച്ചാണ്. എന്താണ് സ്ട്രീറ്റ് പ്രോജക്റ്റ്? സ്ട്രീറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ, ടാഞ്ചബിൾ, റെസ്പോൺസിബിൾ, എക്സ്പീരിയൻഷ്യൽ എത്നിക് ടൂറിസം ഹബ്സ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് സ്ട്രീറ്റ്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവ് എന്നാണെന്ന് നമുക്കറിയാം. ഈ സ്ട്രീറ്റ് വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോജക്റ്റാണ്. സുസ്ഥിരമായ, തൊട്ട് കാണിക്കാൻ കഴിയുന്ന, സസ്റ്റൈനബിൾ, ടാഞ്ചബിൾ, ഉത്തരവാദിത്തപൂർണമായ, റെസ്പോൺസിബിളായ, എക്സ്പീരിയൻഷ്യൽ, അനുഭവവേദ്യമായ, എത്നിക്, പാരമ്പര്യത്തനിമയുള്ള ടൂറിസം ഹബ്സ്. അത്തരം ഹബ്ബുകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ആ ഹബ്ബ് ഇവിടെ നിലവിലുണ്ട്, ടൂറിസത്തിലില്ല. അടിസ്ഥാന സൗകര്യം വേണം. എന്തിന്? രാത്രിയിൽ താമസിക്കാൻ മനോഹരമായ കാഴ്ചകളുള്ള പ്രദേശത്ത് ഒരടിസ്ഥാന സൗകര്യം ഉണ്ടാക്കണം. ആ അടിസ്ഥാന സൗകര്യം വല്ലാതെ ലക്ഷൂറിയസ് ആക്കിയാലുള്ള പ്രശ്നം, ലക്ഷൂറിയസ് ടൂറിസ്റ്റുകൾ മാത്രമേ ഉണ്ടാവൂ. നമ്മൾ പറയുന്നത് കേരളം ലക്ഷൂറിയസ് ടൂറിസത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ ലക്ഷറി ഇൻ എക്സ്പീരിയൻസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലേക്ക് വരാം. അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ലോക ടൂറിസത്തിൻ്റെ മാറ്റം, കോവിഡാനന്തര ടൂറിസത്തിൻ്റെ മാറ്റം മനുഷ്യർ കേവല കാഴ്ചകൾക്കപ്പുറത്ത് അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നു, എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെന്താ? ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് പരിസര ശുചിത്വം, ഹൈജീന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ടാണ് കേരളം ഇപ്പോൾ വെൽനസ്സിനെ വലിയ തോതിൽ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആയുർവേദ ഒരു വശത്ത് പ്രൊമോട്ട് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് റെസ്പോൺസിബിൾ ആയുർവേദ എന്ന ഘട്ടവും കഴിഞ്ഞ് വെൽനസ് ടൂറിസത്തിലേക്കും റെസ്പോൺസിബിൾ വെൽനസ്സിലേക്കും കേരളം മാറുകയാണ്. പുതിയ കേരളത്തിൻ്റെ ട്രെൻഡ് അതാണ്. അപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല, ഗ്ലോബൽ ട്രെൻഡ് അതാണ്. റെസ്പോൺസിബിൾ വെൽനസ്സിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ ഒരു നാടിൻ്റെ, അടുത്ത സ്ലൈഡിലേക്ക് പോകും, ഒരു നാടിൻ്റെ പ്രത്യേകതകൾ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം. വൃത്തിയെക്കുറിച്ച് സംസാരിക്കണം. വൃത്തിയെക്കുറിച്ച് സംസാരിക്കുന്നിടത്താണ് നാം ഏറ്റവും വലിയ ചലഞ്ച് നേരിടുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ പ്രത്യേകത അറിയാമല്ലോ. ഇവിടെ വലിയ തോതിൽ വേസ്റ്റ് നിക്ഷേപിക്കപ്പെട്ട കനാലുകൾ വൃത്തിയാക്കി അതിലൂടെ ട്രിപ്പ് ആരംഭിച്ചു. ട്രിപ്പ് ആരംഭിച്ച ഘട്ടം വരെ നമുക്ക് ഇടപെടാൻ കഴിയും. ട്രിപ്പ് ആരംഭിച്ചു കഴിഞ്ഞ് വീണ്ടും വേസ്റ്റ് വീഴാതിരിക്കാൻ, വീണ്ടും അത് ബ്ലോക്ക് ആവാതിരിക്കാൻ ഒരു പിന്തുണാ സംവിധാനം വേണം. ആ പിന്തുണാ സംവിധാനം പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് തുടർച്ചയായി ഉണ്ടാക്കേണ്ടത് പൊതുസമൂഹമാണ്. എപ്പോഴും സർക്കാർ ഇടപെട്ട്, ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് അത് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമുക്ക് വേണ്ട. ആ ഡ്യൂട്ടി ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് RT ക്ലബ്ബുകളാണ്. RT ക്ലബ്ബ് ലോകത്തെ തന്നെ ഒരു പുതിയ ടൂറിസം മോഡലാണ്.
പാർട്ടി ക്ലബ്ബ് എന്ന് പറയുന്ന സംവിധാനം, ഞാൻ പിന്നീട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതുണ്ടാകുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇവരെല്ലാം ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നവരാണെന്നാണ്. കുറേ പെൻഷൻകാരായ ആളുകൾ വന്നിട്ട് അവരുടെ കയ്യിരിക്കുന്ന കാശിറക്കി ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന, അവരുടെ കയ്യിരിക്കുന്ന കാശിറക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് കമ്മ്യൂണിറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ്. അത് ബിസിനസ്സാക്കി മാറ്റിയാൽ ഒരു തെറ്റും പറയാനില്ല. കാരണം ടൂറിസം എന്ന് പറയുന്നത് ചാരിറ്റി അല്ല, അതൊരു ബിസിനസ് തന്നെയാണ്. പക്ഷേ ഇവിടെ ആർട്ടി ക്ലബ്ബുകൾ കേരളത്തിൽ പൊതുവെ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇതൊന്നും ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. നമുക്ക് ഈ നാടിൻ്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ, ഈ നാടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സാധ്യത എന്ന് പറയുന്നത് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, അത് കൃത്യമായി ഉറപ്പുള്ള എത്ര പേരുണ്ട്? 2019 വൈക്കത്തെ എന്തായി പ്രഖ്യാപിച്ചു? പെപ്പർ പ്രോജക്റ്റിൻ്റെ സമാപ്തിയിൽ ഇൻ്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷനായി ഡിക്ലെയർ ചെയ്തു 2019. നമ്മളിപ്പോഴും പറയുന്നത് വൈക്കം കുമരകത്തേക്കാൾ വലുതാണ്, കുമരകത്തിനൊപ്പം എത്തിയിട്ടില്ല എന്നൊക്കെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോട്ടയം ജില്ലയിൽ 2 ഇൻ്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷനേ ഉള്ളൂ. അതൊന്ന് കുമരകം, രണ്ടാമത്തേത് വൈക്കമാണ്. G20 രാജ്യങ്ങളുടെ വിസിറ്റ് വരുമ്പോഴും അവരുടെ മോക്ക് വിസിറ്റ് നടന്നത് മറവന്തുരുത്ത് പഞ്ചായത്തിലാണ്. ഫൈനലി നമ്മുടെ റോഡുകളുടെ വലിപ്പം പോരാ എന്നതുകൊണ്ടാണ് G20 ഷെർപ്പാസിൻ്റെ വിസിറ്റ് ഇവിടെ നടക്കാതെ പോയത്. അല്ലെങ്കിൽ വന്നതിനെ ഞാൻ അവരെ കൊണ്ടിവിടെ വന്നതാണ്. കാരണം 160 വണ്ടികൾ ഒരുമിച്ച് വരുമ്പോൾ ഈ പ്രദേശം മുഴുവൻ ബ്ലോക്കായി പോകുമെന്നത് കൊണ്ടാണ് ആ റിസോർട്ടിൽ പൂരം നടത്തിയിലെ തെരുവിൽ വരച്ച ചിത്രങ്ങൾ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ മൊബൈലിൽ എനിക്ക് എടുക്കാൻ കഴിയുന്ന എൻ്റെ ഒഫീഷ്യൽ മെയിലിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 4 ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളാണ് ഫ്രീ ഓഫ് കോസ്റ്റ് മറവന്തുരത്തിൽ വന്ന് ആർട്ട് സ്ട്രീറ്റിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, ആർട്ട് സ്ട്രീറ്റ് പൂർത്തിയാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും ഉൾപ്പെടെയുള്ള 4 ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളാണ് നമുക്ക് മെയിൽ അയച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ചില കത്തുകൾ ഔദ്യോഗികമായി സർക്കാർ കൊടുക്കണം. അതിന് ഇലക്ഷൻ കഴിഞ്ഞാലേ കൊടുക്കാൻ കഴിയുന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അമേരിക്കയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും എല്ലാം ആളുകൾ ഇവിടെ ചിത്രം വരയ്ക്കാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു വലിയ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോയാൽ കുറച്ചുകൂടി ഉണ്ട്. നിങ്ങൾ നോക്കൂ, ലോക കമ്പോളത്തിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നോക്കുക. ദേഖോ അപ്നാ ദേശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടൂറിസത്തിൽ കോവിഡിന് ശേഷം അവരെടുത്ത നിലപാട്, നാഷണൽ ഗവൺമെൻറ് എടുത്ത നിലപാട്, അതുകൊണ്ടാണ് റൂറൽ ടൂറിസം ഒരു പ്രത്യേക സെഗ്മെൻ്റായി വന്നത്, റൂറൽ ഹോം സ്റ്റേസ് ഒരു പ്രത്യേക സെഗ്മെൻ്റായി വന്നത്. ദേഖോ അപ്നാ ദേശ് എന്ന് വെച്ചാൽ നാട് കാണുക. ഈ രാജ്യത്തെ കണ്ടിട്ട് നിങ്ങൾ പുറത്തേക്ക് പോവുക. 2 തരത്തിലാണ്. ഒന്ന്, ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളുടെ വരവ് പഴയതുപോലെ അടുത്ത കാലത്തൊന്നും ഫുൾ സ്വിങ്ങിലാകാൻ പോകുന്നില്ല. ഇതൊരു റിയാലിറ്റിയാണ്. ഫുൾ സ്വിങ്ങിലാകാൻ പോകുന്നില്ല. എന്താ കാര്യം? കോവിഡിന് ശേഷം ജനങ്ങൾ പല തരത്തിൽ പാപ്പരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 2, എപ്പോൾ എവിടെയൊക്കെ ബോംബ് വീഴുമെന്ന് അറിയില്ല. കാരണം തലയ്ക്ക് അസുഖം ബാധിച്ച ലോക നേതൃത്വത്തിലെ പല ആളുകളും യുദ്ധത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. റഷ്യയുടെ നേതൃത്വത്തിലുള്ള യുദ്ധം നടന്നപ്പോൾ അത് ആ ഏരിയയിൽ നിന്നുള്ള ട്രിപ്പുകളെ അവസാനിച്ചു. ഇപ്പോൾ വേറൊരെണ്ണം നടക്കുകയാണ്, അടുത്തൊരെണ്ണം തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ടൂറിസം എന്ന് പറയുന്നത് വലിയ സാധ്യതയുള്ള ബിസിനസ്സാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വൾണറബിൾ ബിസിനസ് കൂടിയാണ്. ഏത് പ്രശ്നവും അതിനെ ബാധിക്കാം. അതുകൊണ്ട് സ്വന്തം രാജ്യത്തിനകത്തെ ട്രാവൽ പ്രോത്സാഹിപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നയം. അവിടെ നമ്മൾ പറയുന്നത്, നിങ്ങൾ നോക്കൂ, ഇറ്റ്സ് ടൈം ഫോർ കേരള. യു ക്യാൻ ടേക്ക് സെൽഫീസ് ഫ്രം ദ ടോപ്പ് ഓഫ് എ കോക്കനട്ട് ട്രീ. നിങ്ങൾക്ക് കേരളത്തിൽ വന്നാൽ തെങ്ങിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കാം. എന്ന് വെച്ചാൽ താഴെ നിന്ന് സെൽഫി എടുക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല, ഇതൊരു ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ നാം ടൂറിസ്റ്റിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇതേക്കുറിച്ച് സംസാരിച്ചാൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ടൂറിസത്തിൽ വിറ്റഴിക്കപ്പെടുന്ന പ്രോഡക്റ്റായി, വിറ്റഴിക്കപ്പെടുന്ന ടൂറിസം പ്രോഗ്രാമായി തെങ്ങിൻ്റെ മണ്ടേ സെൽഫി എടുക്കാൻ വേണ്ടി കയറുന്ന പ്രോഗ്രാം മാറിയിട്ടുണ്ട്. 150 രൂപ ഫീസുണ്ട് അതിന്. ഞാനിത് വെറുതെ പറയുന്നതല്ല. 1,99,000 ടൂറിസ്റ്റുകൾ കഴിഞ്ഞ സീസൺ അവസാനിക്കുമ്പോൾ കുമരകത്ത് വന്ന് തെങ്ങേ കയറി. ഈ സീസണിലെ കണക്കെടുത്തിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ 1,99,000 ഗുണം 150 രൂപ ഒന്ന് കൂട്ടി നോക്കും. എത്രയാ? കുറേ സമയം പിടിക്കും ഇല്ലേ? അതാണ് ടൂറിസം കമ്മ്യൂണിറ്റിക്കകത്ത് സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ്, ഇക്കണോമിക് ഇമ്പാക്റ്റ്, പോസിറ്റീവ്. ഞാൻ ഓരോരുത്തരെ കുറിച്ച് വിശദമായി പറയേണ്ട കാര്യമില്ല. അപ്പോൾ വൈക്കത്തിൻ്റെ ടൂറിസം സാധ്യത നമ്പർ 1 എന്താണ്?
നമ്പർ 1 എന്താണ്? നമ്പർ 1 വില്ലേജ് അല്ല. നമ്പർ 1 എന്ന് പറയുന്നത് ബാക്ക് വാട്ടേഴ്സാണ്. റാംസർ സൈറ്റിൽ പെടുന്ന വേമ്പനാട് ലേക്ക് വൈക്കത്തുണ്ട് എന്നത് തന്നെയാണ്. അത് ആ റാംസർ സൈറ്റിൽ നിന്ന് തുടങ്ങുന്ന 100 കണക്കിന് കനാലുകൾ, ഇൻറ്റീരിയർ കനാലുകൾ, മനോഹരമായ കനാലുകൾ ഇന്നും അവശേഷിക്കുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് വൈക്കം. വൈക്കം താലൂക്ക്. ഞാൻ വൈക്കം എന്ന് ഉദ്ദേശിക്കുന്നത് വൈക്കം പട്ടണത്തെക്കുറിച്ചല്ല, വൈക്കം താലൂക്കിനെ കുറിച്ചാണ്. അതിൻ്റെ ഭാഗമാണ് മറവൻതുരുത്തും, അതിൻ്റെ ഭാഗമാണ് ചെമ്പും. ഏറ്റവും അധികം ടൂറിസം ഗ്രോത്ത് വൈക്കം താലൂക്കിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെമ്പിലാണ്. യഥാർത്ഥത്തിൽ കൃത്യമായി കണക്കെടുപ്പുകളോ തിരിച്ചറിവോ ഉണ്ടാവുന്നില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ചെമ്പിലേക്ക് ഒരു ടൂറിസം ബൂസ്റ്റ് വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രോപ്പർട്ടി വികസിക്കുന്ന കാര്യമെടുത്താൽ അതിനൊരു വലിയ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ കായലാണ്, പുഴകളാണ്, കനാലുകളാണ് നമ്മുടെ ടൂറിസത്തിൻ്റെ ജീവനാകാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് സ്റ്റേ വർദ്ധിപ്പിക്കാൻ, അതായത് ടൂറിസ്റ്റുകളുടെ താമസ ദൈർഘ്യം വർദ്ധിപ്പിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ ടൂറിസ്റ്റ് കൊടുക്കണം. കായൽ എത്ര സമയം കാണും, പുഴ എത്ര സമയം കാണും, കനാലിൽ എത്ര സമയം ചെലവഴിക്കും. അത് കഴിഞ്ഞാൽ ടൂറിസ്റ്റിന് ആക്ടിവിറ്റി വേണം. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ്റെ ലൈഫ് സൈക്കിളിൽ ഡെസ്റ്റിനേഷനെ പിടിച്ചു നിർത്തണമെങ്കിൽ അട്രാക്ഷൻസ് വേണം, ആക്ടിവിറ്റീസ് വേണം, അക്കോമഡേഷൻ സെക്ടർ വേണം. അട്രാക്ഷൻ്റെ കാര്യം എടുത്താൽ വൈക്കം അനുഗ്രഹീതമാണ്. ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലോ ആക്ടിവിറ്റീസ് ധാരാളമായി ഉണ്ട്, പക്ഷെ നമ്മൾ അനക്കി തുടങ്ങിയിട്ടില്ല. അടുത്ത സ്ലൈഡിലേക്ക് പോകും. നിങ്ങൾ നോക്കൂ, ലൈം ഷെൽ കളക്ഷൻ എന്ന് പറയുന്നത്, കക്ക വാരുന്നത് ഒരു പ്രധാനപ്പെട്ട ടൂറിസം പ്രോഡക്റ്റാണ്. അടുത്തത് കള്ള് ചെത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതൊന്നും ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം പാക്കേജായി തന്നെ അവതരിപ്പിക്കുന്നു. അടുത്തത് തഴപ്പായ നെയ്യുന്നത്. തഴപ്പായുടെ ചരിത്രവും അതിൻ്റെ റിസൾട്ട്, അതുണ്ടാക്കുന്ന മാറ്റവും ഒക്കെ ചാനലുകൾ കവർ ചെയ്ത് തുടങ്ങി. തലയാഴത്ത് നിന്ന് മൺപാത്ര നിർമ്മാണം, കോട്ടയം വീവിങ്. പിന്നെ അടുത്തത് ഓലമിടയൽ. നീ നോക്കൂ, അത്രയും വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായി കൾച്ചറൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ടൂറിസം പ്രോഡക്ട്സിൻ്റെ ഭാഗമായി ഒരു പാക്കേജ് ഉണ്ടാക്കിയാൽ തൊട്ടുപുറത്ത് കൾച്ചറൽ എക്സ്പീരിയൻസിൻ്റെ അനന്തമായ സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോഴും അധികം ഭദ്രകാളി തീയാട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ തൊട്ടപ്പുറത്തെ ജംഗ്ഷനുള്ള കൂട്ടുമേലമ്പലം. അവിടെ ആരും വരുന്നതിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ ടൂറിസ്റ്റിന് നൈറ്റ് ലൈഫ് കൊടുക്കണമെങ്കിലുള്ള ഒരു വലിയ സാധ്യതയാണ്. അപ്പോൾ കൾച്ചറൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കി അവതരിപ്പിക്കേണ്ട കാര്യമില്ല വൈക്കത്തിനെ സംബന്ധിച്ച്. വൈക്കം ടെമ്പിൾ എടുക്കുക, അടുത്ത സ്ലൈഡിലേക്ക് വെക്കുകയുള്ളൂ. ഇത് നോക്കൂ, എന്താണ്? കളമെഴുത്തും പാട്ടുമാണ്, സർപ്പം തുള്ളലാണ്. നമ്മുടെ ഈ വൈക്കം താലൂക്കിൻ്റെ പ്രത്യേകത 1800 വർണ്ണക്കളങ്ങൾ ഒരു വർഷം വൈക്കം താലൂക്കിലുണ്ട്. എത്രയാണ്? 1800 വർണ്ണക്കളങ്ങൾ ഒരു വർഷം വൈക്കം താലൂക്കിലുണ്ട്. ഈ 1800 വർണ്ണക്കളങ്ങളിൽ 100 എണ്ണത്തെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതയാണ് ഇവിടെ. എങ്ങനെ? നമ്മൾ പോയി യക്ഷിയോടും ഗന്ധർവനോടും ഞങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്തോട്ടെ എന്നല്ലല്ലോ ചോദിക്കുന്നത്, പിന്നെന്താ? തുള്ളൽ നടക്കുമ്പോൾ അവിടെ പോകാനുള്ള പെർമിഷനോട് കൂടി ചോദിക്കണം. ഈ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ പൊതുവിൽ കണ്ടിട്ടുള്ളത് വൈക്കം താലൂക്കിൻ്റെ ഒരു പൊതുവായ പ്രശ്നം, ആരെങ്കിലും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ വന്നാൽ അവിടെ ഇരിക്കുന്ന ആളുകളിൽ സിസ്റ്റം ഉണ്ടാവേണ്ടി വരും. അതിൽ ടൂറിസം സംരംഭകർക്ക് ഒരു റോൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇത് നടത്തൽ അത്ര എളുപ്പമല്ല, നല്ല ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു ടൂറിസം ഉൽപ്പന്നമാണ്. ഇതിൻ്റെ പടം എടുത്തു എന്നതുകൊണ്ട് ഞാനിതിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, ദയവായി അങ്ങനെ എടുക്കരുത്. മെയ് 12 അരയങ്കാവ് അമ്പലത്തിൽ 300 ഗരുഡന്മാർ ഒരുമിച്ച് പയറ്റി ലോക റെക്കോർഡിടാൻ പോവുകയാണ്. നമ്മളിൽ എത്ര പേര് ഇതിനെ മാർക്കറ്റ് ചെയ്യും? നമ്മളിൽ എത്ര പേര് ഇത് അറിഞ്ഞു? നമ്മളിൽ എത്ര പേരുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഇത് വന്നു? അപ്പോൾ എന്താ, ആ അമ്പലം അതിന് പെർമിഷൻ കൊടുത്തു, അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് കൊടുത്തു. വിശ്വാസം അനുസരിച്ച് തൂക്കം കഴിഞ്ഞു ഇല്ലേ? ഞാനും നടത്തിയിട്ടുണ്ട് അങ്ങോട്ട് തൂക്കം. വിശ്വാസം അനുസരിച്ച് തൂക്കം കഴിഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൂക്കങ്ങൾ വരുന്ന ഗരുഡൻ തൂക്കം നടക്കുന്ന അമ്പലങ്ങളിൽ വൈക്കം താലൂക്കിൽ 2 or 3 കളരി സെൻറ്റേഴ്സ് ഉണ്ട്, മറവന്തുരുത്ത് പഞ്ചായത്തിലടക്കമുണ്ട്. അടുത്തത്, നമ്മൾ ഇതുവരെ ടച്ച് ചെയ്യാത്തൊരു മേഖല ഞാൻ നിങ്ങളോട് പറയുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 2 വർഷമായി ഉണ്ടായ ഏറ്റവും വലിയ മാറ്റമാണ് കേരളത്തിലെ അഗ്രി ടൂറിസം നെറ്റ്വർക്ക്. റെസ്പോൺസിബിൾ ടൂറിസം മിഷനാണ് നേതൃത്വം കൊടുക്കുന്നത്. 30 സെൻറ്റിന് മുകളിലേക്ക് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഭാഗമായി വരാം.
പക്ഷേ 30 സെൻറ്റിലേക്ക് കൃഷി ചെയ്യുന്നവരുടെ വീട്ടിലാരും ടിക്കറ്റ് എടുത്തത് കാണാൻ കയറാൻ പോകുന്നില്ല, ഉൽപ്പന്നങ്ങൾ വിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ കഴിഞ്ഞ വർഷം ഇപ്പോൾ അവസാനിച്ച ഫിനാൻഷ്യൽ ഇയറിൽ 6,86,000 ടൂറിസ്റ്റുകൾ ഫാം ടൂറിസത്തിൽ അഗ്രി ടൂറിസത്തിൻ്റെ ഭാഗമായി സന്ദർശനം നടത്തി. 6,86,000 ടൂറിസ്റ്റുകൾ ഡൊമസ്റ്റിക് കൂടി ചേർത്താണ്. അതിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വന്നത് കോട്ടയം ജില്ലയിലെ ഒരു ഫാമിലാണ്. എവിടെയാണെന്നറിയാലോ? ഏതാണ്? മാംഗോ മെഡോസാണ്. അത് കഴിഞ്ഞാൽ നീണ്ടൂരെ ഫാമിലാണ്. അതിനൊപ്പം നിൽക്കുന്ന, അതിനേക്കാൾ നീണ്ടൂരെ ഫാം ഏതാണ്ട് 6ാം സ്ഥാനത്താണ്. മലപ്പുറം ജില്ലയിൽ താരതമ്യേന ടൂറിസം വളരാത്ത സ്ഥലത്ത് 1.5 ലക്ഷം ടൂറിസ്റ്റുകൾ, ഏറ്റവും ഒടുവിലെ കണക്കെടുക്കുമ്പോൾ 1.5 ലക്ഷം ടൂറിസ്റ്റുകൾ സന്ദർശിച്ചത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഫാമിലേക്ക് വേണ്ടി മാത്രമാണ്. സ്ലൈഡ് മാറ്റുക. ഇതല്ല. അപ്പോൾ ഫാം ടൂറിസം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനപ്പുറത്ത് മണ്ണടിച്ച് നികത്തി ഇത് ചെയ്യാൻ വേണ്ടിയില്ല. അവിടെ കയറിട്ട് ആ കയറാനുള്ള സൗകര്യം കൊടുക്കാം, അവിടെ വേണമെങ്കിൽ സിപ്പ് ലൈൻ കൊടുക്കാം, അവിടെ മത്സ്യക്കുളമുണ്ടെങ്കിൽ അവിടെ മത്സ്യം പിടിച്ച് മത്സ്യം പ്രിപ്പയർ ചെയ്ത് പാചകം ചെയ്ത് അവിടെ കഴിക്കുന്ന രീതി തന്നെ ഗസ്റ്റിനെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായി കൊടുക്കാം. തെങ്ങിൽ കയറി തേങ്ങ ഇടുന്നത് കാണിക്കാം, കരിക്കിടുന്നത് കാണിക്കാം, തേങ്ങ ചിരവി പുട്ടുണ്ടാക്കി സ്റ്റീം കേക്ക് എന്ന പേരിൽ വിൽക്കാം. ഇങ്ങനെ അനന്തമായ സാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും വൈക്കത്തൊരാളും ഈ പരീക്ഷണത്തിലേക്ക് വരുന്നില്ല. ഇവിടെ ഫാം ടൂറിസത്തിൽ രജിസ്റ്റർ ചെയ്ത 2 പേരുണ്ട്. ഞാൻ തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്ത 2 പേരും. പിന്നീട് അതിലൊന്നും ചെയ്തിട്ടില്ല എന്ന ദുഃഖകരമായ കാര്യമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ഉപയോഗപ്പെടുത്താത്ത കാര്യമായി, ഇവിടെ ഇപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളും അവരും നിർത്തിയല്ലോ അല്ലേ, അനിലയൊക്കെ ഓർണമെൻ്റൽ ഫിഷിൻ്റെ അവർ നടത്തുന്നുണ്ട്, ഉണ്ട്. ഉണ്ട്, 2ാമത് തുടങ്ങി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് പാലക്കാട് ഉണ്ണിയേട്ടൻ്റെ ഞവര ഫാമാണ്. ഈ ഞവര ഫാം ഏഷ്യയിലെ ഏറ്റവും വലിയ ഞവര കൃഷി ചെയ്യുന്ന ഫാമാണ്. ഈ ഫാമിൽ അവരിപ്പോൾ വീടിനോട് ചേർന്ന് 2 അക്കോമഡേഷൻ യൂണിറ്റ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. 1000-ലധികം വരുന്ന ആളുകൾ ഈ വർഷം സന്ദർശനം നടത്തി. 1000-ലധികം വരുന്ന ആളുകൾ ഞവര കൃഷി കാണാം. ഞവര കൃഷിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, വളരെ റെയറായിട്ടുള്ള കൃഷിയാണ്. താഴെ കണ്ട കതിർ ഫാമിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് അല്പം മുമ്പ് പറഞ്ഞത്. ഇത് വയനാട്ടിലെ, ഇതിൻ്റെ എല്ലാം പ്രത്യേകത, കുറേ കഴിയുമ്പോൾ ഇതൊക്കെ നമ്മളറിയാതെ തന്നെ അക്കോമഡേഷൻ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. കാരണം അവരുടെ ആവശ്യം വർദ്ധിക്കുകയാണ്. വരുന്നവർക്കെല്ലാം അവിടെ താമസിക്കണം എന്നുള്ള ആവശ്യം വരുമ്പോൾ ആ സംരംഭകന് ഒരു കോൺഫിഡൻസ് കൂടും. അപ്പോൾ അയാൾ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകും. ഇത് നമ്മുടെ ഈ സൈറ്റിൽ കയറി നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഫാം ടൂറിസത്തെ സംബന്ധിച്ചുള്ള കഥയെല്ലാം അതിനകത്തുണ്ട്. 103 യൂണിറ്റുകൾ അതിൽ ലിസ്റ്റഡാണ്. 103 യൂണിറ്റുകൾ. അതിൽ മറവന്തുരുത്ത് പഞ്ചായത്തിലെ 2 ഒഴിച്ച് ബാക്കിയെല്ലാം വർക്കിംഗ് ആണ്. മനസ്സിലായില്ലേ? ബാക്കിയെല്ലാം വർക്കിംഗ് ആണ്. 983 പേർക്ക് നമ്മൾ പരിശീലനം കൊടുത്തു. 983 പേർക്ക് പരിശീലനം കൊടുത്തിട്ട് 540 യൂണിറ്റുകൾ ആരംഭിച്ചു. അത്രയും ഗ്രോത്ത് റേറ്റ്, അത്രയും പ്രൊഡക്ടിവിറ്റി കാണിച്ചിട്ടുള്ള, ഒരു പരിശീലനത്തിന് ശേഷം അത്രയും റിസൾട്ട് കാണിച്ചിട്ടുള്ള ഒരു സംഭവം നേരത്തെ ഉണ്ടായിട്ടില്ല. അതിൽ 103 എണ്ണം ഇപ്പോൾ ലിസ്റ്റഡാണ്. അടുത്ത ഇതിലേക്ക് പോകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പാക്കേജസ് ആയി ആർടി മിഷൻ തന്നെ വിൽക്കുന്നുണ്ട്. അത് ഞാൻ ഈ വിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ദയവായി അതിനെ ഒരു വ്രണപ്പെടലായിട്ടൊന്നും ആരും എടുത്തു കളയരുത്. കാരണം ഇത് വിൽപ്പന തന്നെയാണ്, ഇത് പ്രോഡക്റ്റാണ്. അപ്പോൾ പാക്കേജായിട്ട് വിൽക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, വയനാട്ടിൽ പോയാൽ നിങ്ങൾക്ക് നമ്മുടെ പത്മശ്രീ കിട്ടിയ ചെറുവയൽ രാമേട്ടൻ, അദ്ദേഹത്തെ ആരും അറിയുന്നതിന് മുമ്പ് ആർടി മിഷനാണ് ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മളാണ് വീഡിയോ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആളുകൾ ടിക്കറ്റ് എടുത്ത് വരുന്നുണ്ട്. അവിടെ ചാണകം മെഴുകിയ തറയിലിരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിലൂടെ നല്ല ഏണിങ്സ് ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായില്ലേ? ഗോവിന്ദേട്ടൻ എന്ന് പറയുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ ഇപ്പോൾ കുറച്ച് ക്ഷീണിച്ചു. ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ യൂട്യൂബർമാർ അടുത്ത കാലത്തായി നന്നായി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഒരു തവണ അമ്പ് വിടണമെങ്കിൽ 10 രൂപ കൊടുക്കണം. ഒരു ദിവസം 100 അമ്പ് വിട്ടെന്ന് വെച്ചു, എത്ര രൂപയായി? അപ്പം ഇതൊന്നും ഒരു കെട്ടുകഥയല്ല. ഇത് നമുക്ക് നന്നായി സെല്ല് ചെയ്യാൻ കഴിയും. ഇതിന് സമാനമായ പല പ്രവർത്തനങ്ങളും ഈ നാട്ടിലുണ്ട്. നിങ്ങൾ നോക്കൂ, മൺപാത്ര നിർമ്മാണം, ഓരോന്നും എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അടുത്ത സ്ലൈഡിലേക്ക് നോക്കൂ. പോട്ടെ, പോയിക്കോട്ടെ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് സ്ട്രക്ചേർഡ് പാക്കേജുകളായി വിവിധ പേരുകളിൽ നിങ്ങൾ നോക്കൂ. കാർബൺ ന്യൂട്രൽ പാക്കേജുകൾ എന്ന പേരിൽ. അപ്പോൾ കാർബൺ ന്യൂട്രൽ എന്ന് സംസാരിച്ചാൽ ഉടനെ ആളുകൾ അസ്വസ്ഥരാകുകയാണ്. നിങ്ങൾ കാർബൺ ക്രെഡിറ്റ് അളക്കാൻ പോവുകയാണോ? കാർബൺ ക്രെഡിറ്റ് അളക്കുന്ന സിസ്റ്റം വേറെ വരുന്നുണ്ട്. കാർബൺ ക്രെഡിറ്റ് അളന്ന് നിങ്ങൾ കാർബൺ എമിഷൻ കുറയ്ക്കുന്ന പ്രോഗ്രാമാണ് നടത്തുന്നതെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും സബ്സിഡി കിട്ടുകയും ഒക്കെ ചെയ്യുന്ന സിസ്റ്റം കേരളം പ്രഖ്യാപിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കൂ, വില്ലേജ് വാക്ക്
എന്ന് പറയുന്ന പ്രോഗ്രാം, അതായത് നടത്തി ടൂറിസ്റ്റിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് കാർബൺ ന്യൂട്രൽ ഇനിഷ്യേറ്റീവാണ്. നിങ്ങൾ നോക്കൂ, സൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത് കാർബൺ ന്യൂട്രൽ ഇനിഷ്യേറ്റീവാണ്. വള്ളത്തിൽ, സാധാരണ വള്ളത്തിൽ ഊന്നുന്ന ശിക്കാരയിലൊക്കെ യാത്ര ചെയ്യിക്കാൻ കഴിഞ്ഞാൽ അത് കാർബൺ ന്യൂട്രൽ ഇനിഷ്യേറ്റീവ്സാണ്. അപ്പം ലോക ടൂറിസം കമ്പോളത്തിൽ വിവിധ പേരുകളിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതെല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം, ഈ ചിത്രങ്ങൾ മുഴുവൻ വൈക്കത്തെയാണ്. ഈ മുറിഞ്ഞപുഴയിലെയും വൈക്കത്തെയും ഒക്കെ ചിത്രങ്ങളാണ്. ഇതെല്ലാം ഒരെണ്ണം മാത്രമേ നമ്മുടെ മൂന്നാറിലെ ചിത്രമുള്ളൂ. ബാക്കിയെല്ലാം ഞാനിവിടെ പ്രദർശിപ്പിച്ച ഏറിയ പങ്ക് വൈക്കത്ത് നിന്നെടുത്തുള്ള ചിത്രങ്ങളാണ്. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവിലൊന്നാണ്. 2800 യൂണിറ്റുകൾ. നിങ്ങൾ നോക്കൂ, ഭക്ഷണത്തിൻ്റെ വൈവിധ്യം ആസ്വദിക്കാൻ വേണ്ടി ടൂറിസ്റ്റുകൾ യാത്ര ചെയ്യുന്നു. ഗ്യാസ്ട്രോ ടൂറിസം എന്ന് പറയും. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഗ്യാസ്ട്രോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ മെഡിക്കൽ അവിടെ പോകുമ്പോൾ കാണുന്ന ബോർഡും പിന്നെ വയറ്റത്ത് അടങ്ങി നോക്കും. ക്യാൻസറിനെ കുറിച്ചാണ് പെട്ടെന്ന് ആളുകൾ ഓർമ്മ വരിക എന്നുള്ളത് കൊണ്ടാണ് പേര് മാറ്റി നമ്മളിവിടെ ഇട്ടത്. എന്ത്? എക്സ്പീരിയൻസ് എത്നിക് ക്യുസീൻ എന്നതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. ലോക മാർക്കറ്റിൽ ഇത് ഗ്യാസ്ട്രോ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. 2800 യൂണിറ്റുകൾ. ഇതൊക്കെ വളരെ ഭംഗിയായി നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അധികം ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമില്ല. ഇത് വളരെ കൃത്യമായി ഇപ്പോൾ 1583 യൂണിറ്റുകൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2800 യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തത്. ഇനി ലേണിംഗ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6 മാസം വരെയുള്ള ഇതെല്ലാം കൂട്ടിയിണക്കുന്ന ക്ലാസ്സുകൾ ടൂറിസ്റ്റുകൾക്കായി അറേഞ്ച് ചെയ്യുന്ന പ്രോഗ്രാം. പോട്ടെ, അടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവുകളിൽ ഒന്നായി ഫാം ടൂറിസം മാറിയിട്ടുണ്ട്. അപ്പോൾ മറവൻപുരത്തിലും ആലോചിക്കാം, ചെമ്പിലും ആലോചിക്കാം. നിങ്ങൾ നോക്കൂ, നമ്മുടെ മാരാരിക്കുളത്ത്, ഞാനും ഐസക് സാറും കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത്. മാരാരിക്കുളത്ത് അവിടെ എന്താ പ്രത്യേകത? ചൊരി മണലിലാണ് കൃഷി. അവിടെ മനോഹരമായി സൂര്യകാന്തി വിളയിക്കുന്നു, ബന്ദിപ്പൂക്കൾ വിളയിക്കുന്നു. അത് കാണാൻ ടൂറിസ്റ്റുകൾ വരുന്നു. 20 രൂപ ടിക്കറ്റിലകത്ത് കയറുന്നു. അപ്പോൾ 20 രൂപ ടിക്കറ്റിലകത്ത് കയറുമ്പോൾ എത്ര രൂപ ഫീസ് കിട്ടും? ഒരു ദിവസം 1000 പേർ വന്നാൽ, 500 പേർ വന്നാൽ അതൊരു വാല്യൂ അഡീഷനാണ്. വരുന്നവരെല്ലാം പോകാൻ നേരത്ത് പച്ചക്കറി വാങ്ങിച്ചിട്ടേ പോകും. അതാണ് അതിൻ്റെ ബിസിനസ്. വരുന്നവരെല്ലാം വന്നിട്ട് പോകാൻ നേരത്ത് ഒരു കെട്ട് ചീരയോ 2 വഴുതനയോ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കും. ഈ പെരുമ്പളത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ ടൂറിസം എന്ന് പറയുന്നത് ഫാമിങ്ങിനെ കേന്ദ്രീകരിച്ചാകുമ്പോൾ അവിടെ റിസോർട്ട് പണിയുന്നതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്, അതിനകത്ത് എക്സ്പീരിയൻസ് കൊടുക്കുന്നതിനെക്കുറിച്ചാണ്. പോട്ടെ, ഇതാണ് കാന്തല്ലൂരിൻ്റെ വിജയഗാഥ ഫാം ടൂറിസത്തിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. കൃത്യമായി നമ്മളവിടെ സ്ട്രീറ്റുകളാക്കി. നിങ്ങൾ നോക്കൂ, ഇത് നമ്മുടെ നാട്ടിൽ അനുവർത്തിക്കാവുന്ന രീതിയാണ്. നിങ്ങൾ നോക്കൂ, താമസ സൗകര്യത്തെക്കുറിച്ച് നമ്മൾ ഭയങ്കര വലിയ കെട്ടിടം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് ക്യാമ്പിംഗ് സൈറ്റുകൾ കൊടുത്താൽ മതി. ഇപ്പോൾ CRZ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലേ? CRZ മാറും എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പലതവണ എന്തായാലും CRZ ശക്തമായി കേരളത്തിൽ നടപ്പാക്കും. ഇനി അഥവാ അതിനെ ലംഘിച്ചാരെങ്കിലും പണിതാൽ മറ്റവർ കയറി ഉത്തരവിടും മൊത്തം പൊളിച്ചു കളഞ്ഞിട്ട് വീണ്ടും പണിതാലും കുഴപ്പമില്ല, പൊളിപ്പിക്കും എന്നുള്ളതാണ്. അതേസമയം ഈ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഏറ്റവും തിരക്കുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്നാൽ കടലിലാണ് സാധനം ഇരിക്കുന്നത്, ഇല്ലേ? റിസോർട്ട് ഇരിക്കുന്ന കടലിനകത്താണ്. അവിടെ CRZ ബാധകമല്ല. പക്ഷേ ഇവിടെ ആളുകൾ കൊണ്ട് കേസ് കൊടുക്കും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നത് താൽക്കാലിക നിർമ്മിതികളാണ്. അവിടെ മഡ് ഹൗസസിലേക്ക് പോകാം. ക്യാമ്പിങ്ങിൻ്റെ ഒരു ചിത്രം മാത്രമേ ഞാൻ ഇതിലിട്ടുള്ളൂ. ഈ തലകറക്കത്തിൻ്റെ പ്രശ്നമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ വയനാട്ടിൽ ക്യാമ്പിംഗ് കൊടുക്കുന്നത് ഊഞ്ഞാല് പോലെ കെട്ടിയിട്ട് അതിൻ്റെ നടുക്കാ ക്യാമ്പ്. ആൾ അന്തരീക്ഷത്തിൽ നിൽക്കും. ആരുടെ പെർമിഷൻ വേണം? തൂക്കിയിടുകയല്ല കേട്ടോ, ആൾ താഴെ വീണ് ചാവാനല്ല. ഈ തറയിൽ തൊടുന്നില്ല, ആൾ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ പഞ്ചായത്തിൻ്റെ ലൈസൻസ് വേണ്ടെന്നേ. ഈ മനുഷ്യരെ ഒരുപാട് ലൈസൻസ് രാജ് കയറി വന്നു കഴിയുമ്പോൾ ആളുകൾ വേറെ രീതിയിൽ ചിന്തിക്കും, ഇതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാം. അങ്ങനെ വരുന്ന ഐഡിയയാണത്. ഊഞ്ഞാല് പോലെ കെട്ടുക, അതിൽ പിന്നെ ക്യാമ്പിംഗ് ഉണ്ടാക്കുക, പാമ്പ് കയറാതിരിക്കാനുള്ള സംവിധാനം ഉറപ്പിക്കുക. ഇതിനകത്ത് ആൾ താമസിക്കും. അത് വലിയ എക്സ്പീരിയൻസ്. എന്താ, ഇത് ആടിക്കൊണ്ടിരിക്കും. തല കറങ്ങുന്നവർക്ക് പറ്റില്ല. എന്താ കാര്യം? രാത്രി അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും ഇത് കറങ്ങിയാൽ ആളുകൾക്ക് അതൊരു തലകറക്കം ഉണ്ടായി പ്രശ്നമാവും. അല്ലാത്തവർക്ക് ഉപയോഗിക്കാം. അതൊരു എക്സ്പീരിയൻസാണ്. നിങ്ങൾ നോക്കൂ, ഈ പടം എനിക്ക് തോന്നുന്നത് വേമ്പനാട് ലേക്ക് വില്ലയുടേതാണെന്ന് തോന്നുന്നു. അപ്പുറത്തേത് ആണോ എന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഈ പറയുന്ന സംവിധാനം വേമ്പനാട് ലേക്ക് വില്ല നമ്മുടെ നിങ്ങൾക്കറിയാലോ ഉദയനാപുരം പഞ്ചായത്തിലാണ്. അപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ സബ്സിഡി വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇടപെടുന്ന സാധാരണ മനുഷ്യരും ടൂറിസ്റ്റുകളുമായിട്ടുള്ള ചില ചിത്രങ്ങളാണ്.
അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ ഇപ്പോൾ ഇതാണ് ട്രെൻഡ്. കേരളത്തിലേക്ക് വനിതകൾ കൂട്ടം കൂട്ടമായി യാത്ര ചെയ്യുന്നു. സോളോ ട്രാവലേഴ്സ് ഒരു വശത്ത്, തനിച്ച് യാത്ര ചെയ്യുന്ന വനിതകൾ, ഗ്രൂപ്പ് ട്രാവൽ. കേരളത്തിൽ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പ് വിമൻ ഫ്രണ്ട്ലി ടൂറിസം ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു. അതിൽ ഒരു കേന്ദ്രമായി വൈക്കത്തെയും മറവന്തുരത്തിനെയും കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തുന്ന പ്രോഗ്രാമായി മാറുകയാണ്. അതിനൊരു സേഫ്റ്റി ഓഡിറ്റൊക്കെ നടത്തിയ ആളാണ് ഇവിടെ ഇരിക്കുന്ന ഇന്ദ്രജിത്ത്. അപ്പോൾ നമുക്കതിനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ നാടിൻ്റെ ഇപ്പോൾ മറവന്തുരത്തിൻ്റെ അല്ലെങ്കിൽ വൈക്കത്തിൻ്റെ സേഫ്റ്റി ഓഡിറ്റ് നടത്തിയപ്പോൾ അത് നമുക്ക് അനൗൺസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എല്ലാ അർത്ഥത്തിലും സേഫ്റ്റി എൻഷുർ ചെയ്യാൻ കഴിയുന്ന പ്രദേശമാണെന്ന് നമുക്ക് തത്വത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഇവിടെ സർവൈലൻസ് ക്യാമറകളില്ല, പൊതു ടോയ്ലറ്റുകളില്ല, ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ 68 സ്ഥലങ്ങളിൽ അത് പൂർത്തിയായി. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോവുകയാണ് ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഈ ഇനിഷ്യേറ്റീവിലേക്ക് നമ്മുടെ പ്രദേശത്തെ ലിസ്റ്റ് ചെയ്യാം. പ്രത്യേകത, വനിതകളുടെ കൂട്ടമായ യാത്രകൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തേക്ക് നടക്കുകയാണ്. അതിന് കേരളത്തിലുള്ള വനിതകൾ തന്നെ, ഞങ്ങളുടെ 28 വനിതാ യൂണിറ്റുകൾ മാത്രം 1.5 ലക്ഷം വനിതകളുടെ ട്രാവൽ നടത്തി കഴിഞ്ഞ വർഷം. അവരാരും ടൂറിസം പഠിച്ചവരല്ല, സാധാരണക്കാരാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ ട്രാവൽ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ സീമകളില്ലാത്ത യാത്രകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. അത് കേരളത്തിനകത്തേക്ക് തന്നെയാണ്. മറവന്തുരത്തിനൊരു പാക്കേജ് ഒരു ദിവസത്തേക്ക് അനൗൺസ് ചെയ്താൽ ഇവിടെ നമ്മൾ 3 ട്രിപ്പ് നടത്തി, വനിതകളുടെ മാത്രം ട്രിപ്പ്. ചെമ്പിലേക്ക് നടത്തിയാലും വരും. പക്ഷേ വിമൻ ഫ്രണ്ട്ലി ആവണം. എങ്ങനെ വിമൻ ഫ്രണ്ട്ലി ആവാം? സ്ത്രീകളോട് മാന്യമായി സഭ്യമായി പെരുമാറും എന്ന് ഒരു ഗ്യാരണ്ടി അവിടെ ഉണ്ടാവണം. എന്ന് വെച്ചാൽ മോശമായി പെരുമാറുന്നു എന്നുള്ളതല്ല, പക്ഷേ ഇതൊരു ഡിക്ലറേഷനാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായിട്ടുള്ള UN വിമനുമായി ചേർന്നാണ് നമ്മൾ ഈ പ്രഖ്യാപനം. ആ സ്ഥലങ്ങളിലേക്കാണ് നമ്മളത് പോകുന്നത്. ഈ ഭാഗം നിങ്ങൾ ചിത്രങ്ങളിലോ വീഡിയോയിലോ എടുക്കേണ്ട, ഇതിപ്പോൾ കാണിക്കാൻ പറ്റാത്തതാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, മിഷൻ സൊസൈറ്റിയായി മാറിയതോടെ എനിക്ക് നിങ്ങളോട് ഉറപ്പ് പറയാൻ കഴിയുന്ന കാര്യം, എല്ലാ പരിശീലനങ്ങളും എല്ലാവരും ബില്ലിംഗ് ആവണമെന്നില്ല. ഒരു മീഡിയം ലെവലും ബജറ്റ് അക്കോമഡേഷൻ്റെയും ഗ്യാപ്പ് നമുക്കുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? അക്കോമഡേഷൻ, ഹോം സ്റ്റേ ഒരു സാധ്യതയാണ്. ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് തുടങ്ങാവുന്ന പ്രവർത്തനമാണ്. ആര് ലൈസൻസ് തരുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പ്രത്യേകത, ആരും ലൈസൻസ് തരേണ്ടതില്ല എന്നതാണ്. ഇപ്പോഴും തെറ്റിദ്ധാരണയാണ്, പഞ്ചായത്ത് ലൈസൻസ് തരേണ്ടതില്ല. ഓർഡർ ഇറക്കിയത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. പിന്നെന്താണ്, പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ അവിടുത്തെ സ്ഥിരതാമസക്കാരാണെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലുള്ളതാണ്. സ്കെച്ചും പ്ലാനും ഒക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ സർവീസ്ഡ് വില്ലയാണ് പോകുന്നതെങ്കിൽ, സർവീസ്ഡ് വില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ താമസിക്കുന്നില്ല, നിങ്ങളൊരു കെയർ ടേക്കറെയാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേറൊരു വീടോ ഒരു കെട്ടിടമോ ഉണ്ടെങ്കിൽ അവിടെ ടൂറിസ്റ്റിനെ താമസിപ്പിക്കാം. കെയർ ടേക്കർ ഉണ്ടാവണം. അതാണ് സർവീസ്ഡ് വില്ല. സർവീസ്ഡ് വില്ലയ്ക്ക് പഞ്ചായത്തിൻ്റെ NOCയും വേണം, പിന്നെന്ത് വേണം, ലൈസൻസും വേണം. അവിടെ വരുമ്പോൾ തർക്കമുണ്ടാവും. പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിൻ്റെ മുമ്പിലുള്ള വിഷയം, പഞ്ചായത്തിൽ ലോഡ്ജിങ് ലൈസൻസ് മാത്രമേ ഉള്ളൂ. സർവീസ് വില്ല കാറ്റഗറി ഇല്ല. ഗൃഹസ്ഥലി എന്ന് പറയുന്ന നമുക്ക് വേറൊരു കാറ്റഗറി ഉണ്ട്. 50 വർഷത്തിലേറെ പഴക്കമുള്ള വീടുകൾ നിങ്ങൾ സംരക്ഷിച്ച് അതിന് നിങ്ങൾ ടൂറിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ 5 ലക്ഷം അങ്ങ് തരുമെന്നല്ല, നിങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ വരെ കിട്ടാം സബ്സിഡിയായി. അങ്ങനൊരു സ്കീമുണ്ട്. അതിനും പഞ്ചായത്തിൻ്റെ ലൈസൻസോ NOCയോ, ലൈസൻസും വേണം, NOCയും വേണം. മനസ്സിലായോ? മഡ് ഹൗസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പഞ്ചായത്തിൻ്റെ നമ്പർ ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, അക്കോമഡേഷൻ യൂണിറ്റുകളിൽ ഹോട്ടൽ, റിസോർട്ട്, ഹോം സ്റ്റേ, സർവീസ് വില്ല, ഗൃഹസ്ഥലി, ക്യാമ്പിംഗ് യൂണിറ്റുകൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ സാധ്യതയ്ക്കനുസരിച്ച് ഉണ്ടാക്കാം. ഈ ഇന്ത്യയിലെ പല പ്രദേശങ്ങളും റെസ്പോൺസിബിൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, മുഴുവൻ ആളുകളും ലൈസൻസ്ഡ് ആയിട്ടല്ല പ്രവർത്തനം നടത്തുന്നത്. അതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ പേര് നിധി പോർട്ടൽ എന്നാണ്. നിധി പോർട്ടലിൽ നിങ്ങളുടെ ഏത് സംരംഭവും രജിസ്റ്റർ ചെയ്യാം. നിധി പോർട്ടലിലെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് FRROയിൽ എന്ന് വെച്ചാൽ
ഫോറിൻ അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഫോറിൻ ടൂറിസ്റ്റുകൾ വന്ന് താമസിച്ചാൽ അവരുടെ വിവരങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ അറിയിച്ചിരിക്കണമെന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ നമ്പർ ഓഫ് ടൂറിസ്റ്റുകൾ എത്ര വന്നു, എവിടെ നിന്നുള്ളതെന്ന് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അപ്പം നിധി പോർട്ടലിന് ഒരു പ്രാധാന്യമുണ്ട്. ദേശീയ തലത്തിൽ വരുന്ന അടുത്ത ഇടപെടലാണ് റൂറൽ ഹോം സ്റ്റേകൾ. അതിൻ്റെ സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ കൂടിയാണ് ഞാൻ. ആ റൂറൽ ഹോം സ്റ്റേകളിൽ പറയുന്നത് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിസ്റ്റം പൂർണ്ണമായി മാറ്റിക്കൊണ്ടാണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഹോം സ്റ്റേ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ തുടങ്ങേണ്ട കാര്യമാണ്. പക്ഷേ അതിൽ പലതായി അഗ്രി ടൂറിസം എന്ന് പറയുന്ന നമ്മുടെ കാറ്റഗറി അതിലേക്ക് എടുത്തു, സർവീസ് ടൂവിൽ അതിലേക്ക് എടുത്തു. അതിൽ വരുന്ന പ്രത്യേകത വീടിൻ്റെ പരിസരത്ത് കെട്ടിടമുണ്ടാക്കിയാലും അതിന് ആര് ലൈസൻസ് തരും? നാഷണൽ ടൂറിസം മിനിസ്ട്രിയുടെ ലൈസൻസ് കിട്ടും, ഹോം സ്റ്റേ കാറ്റഗറിയിൽ തന്നെ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ സാധ്യതയെ ഉപയോഗപ്പെടുത്തേണ്ടത് ഈ സാധ്യതകളെക്കുറിച്ച് പൂർണ്ണമായി